It's not recorded. Oh my god, I forgot. Okay, Adul, nee talengutte irikkunnathu. Could you please check your phone? On the phone on the kitchen. Okay. So, listen. A computer needs specific instruction to perform a task or function. അല്ലേ ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ് ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നതിന് ഇറ്റ് നീഡ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്. ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ ഒരു പേര് പറയും. വാട്ട് ഈസ് ഇറ്റ്? യു ഡു യു നോ ദാറ്റ്? കമ്പ്യൂട്ടറിന് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന് കോമൺലി ഒരു പേര് പറയും. ടെക്സ്റ്റിലുണ്ട്. Programs. Very good. Yeah. So these set of instructions to perform a specific task or functions is called programs. അല്ലേ? ആ കൊടുക്കുന്ന കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ആ ഇൻസ്ട്രക്ഷൻ, ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? We call it programs. Okay. Then ഈ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കുറെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എഴുതി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ഇല്ലേ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോഗ്രാമിംഗ്. ജസ്റ്റ് കെയർ പ്ലീസ് നോട്ട് ദ വേർഡ് പ്രോഗ്രാം. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പ്രോഗ്രാം അറിയാം അല്ലെ? നമ്മൾ ആനിവേഴ്സറിയിൽ ഡിഫറെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതിന്റെ സ്പെല്ലിംഗ് അല്ല ഇത് കേട്ടോ. ദാറ്റ് ഈസ് ആനുവൽസ്. അങ്ങനെ നമ്മൾ ഓരോ പ്രോഗ്രാംസ് എന്ന് പറയും. എന്ത് പ്രോഗ്രാം ആണ് നാളെ നടക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കില്ലേ? പരിപാടി എന്നുള്ളതിന്റെ ഒരു മീനിങ് ഇല്ലേ? ഇറ്റ് സ്പെല്ലിംഗ് ഇസ് PROGRAMME അല്ലേ? ബട്ട് ദിസ് പ്രോഗ്രാം ഇസ് ഡിഫറെന്റ്. സ്പെല്ലിംഗ് ഇസ് PROGRAM. ഇറ്റ്സ് ഡിഫറെന്റ്. അത് രണ്ടും കൺഫ്യൂഷൻ വരരുത്. someone is drawing on the screen. Okay. So the process of developing this set of instruction to perform a specific task is called programming. So programs and programming manasilayallo. Programs are the set of instructions given to computer to perform a task or function. Adana programs. Ee programs തയ്യാറാക്കുന്ന പ്രോസസ്സിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയാം. ഇപ്പൊ ഒരു അഡീഷൻ, ഒരു ഞാൻ പറയാം സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക എന്ന് പറയുന്ന സം ഓഫ് ടു നമ്പേഴ്സ് ഇറ്റ്സ് എ പ്രോഗ്രാം. കമ്പ്യൂട്ടറിനോട് നമ്മൾ പറയാണ്, ഏത് രണ്ട് നമ്പേഴ്സ് കൊടുത്താലും നീ അതിനെ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് തരണം. പക്ഷെ ഈ കമ്പ്യൂട്ടറിന് അത് പെട്ടെന്ന് ഏതെങ്കിലും നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ പോലെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കമ്പ്യൂട്ടറിനോട് പറയണം, ഫസ്റ്റ് ഇൻപുട്ട് നീ സ്വീകരിക്കണം, സെക്കൻഡ് ഇൻപുട്ട് നീ സ്വീകരിക്കണം, ദെൻ അത് ആഡ് ചെയ്യണം, അതിനുശേഷം റിസൾട്ട് കാണിക്കണം. അപ്പൊ ഈ നാല് സ്റ്റെപ്സ് ഉണ്ട്. ദെൻ ആർ 4 steps. You take the first input, take the second input, add those two values and print the result. 4 steps are there. അല്ലേ? നമുക്ക് സിമ്പിൾ ആ. രണ്ട് നമ്പർ പറഞ്ഞ ഇപ്പൊ 2 and 7 എന്ന് പറഞ്ഞാൽ we will say the answer 9. അല്ലേ? ബട്ട് കമ്പ്യൂട്ടറിന് അങ്ങനെ ഈസി ആയിട്ട് പറ്റില്ല. നമ്മൾ എന്താ പറയാ, ഇൻപുട്ട് സ്വീകരിച്ച് അതിനനുസരിച്ചുള്ള എന്താ പറയാ A+B, A എന്നുള്ള ഇൻപുട്ട് എടുത്തു, B എന്നുള്ള ഇൻപുട്ട് എടുത്തു, പിന്നെ C എന്ന വാല്യൂലേക്ക് A+Bയുടെ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടൊക്കെയാ കമ്പ്യൂട്ടർ ചെയ്യുക. നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കാര്യങ്ങൾ. ഞാൻ അപ്പോ ഈ കമ്പ്യൂട്ടറിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിനോട് പറഞ്ഞു കൊടുക്കും, ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടർ അതിനനുസരിച്ച് പെർഫോം ചെയ്യും. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ബ്രെയിൻ, റൈറ്റ്? ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ബ്രെയിൻ ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. സോ വി നീഡ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ കമ്പ്യൂട്ടർ റിസൾട്ട് തരത്തുള്ളൂ, റൈറ്റ്? ഓക്കെ, സോ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പ്രോഗ്രാം ആൻഡ് വാട്ട് ഈസ് പ്രോഗ്രാമിംഗ്. നിങ്ങൾ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? You know software engineers, have you heard about software engineers? Actually they are doing this programming. കമ്പ്യൂട്ടറിന് ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്ന ഗെയിം, നിങ്ങൾ whatever the app you are using in your life in phone and computer, they are actually
programmed. They are actually developed. They were actually developed by software engineers. അത് എഴുതി തയ്യാറാക്കുന്നതാണ്, ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുന്ന സാധനമാണ്, അല്ലാതെ കമ്പ്യൂട്ടറായിട്ട് തന്നെ ചിന്തിച്ച് ചെയ്യുന്നല്ല. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ എ ഹ്യൂമൻ ബീങ് and they are called software engineers, programmers. They do programming. Okay, so the second sentence is about a computer needs specific instruction to perform a task or function. These set of instructions are called programs. The process of developing a set of instruction to enable a computer to do a particular task is called programming. Each programming language has its own set of rules. എന്താണ് പറയുന്നത്? ഒരു ലാംഗ്വേജ് ആണോ ഉള്ളത്? പ്രോഗ്രാമിംഗ് വി ആർ യൂസ് മെനി ലാംഗ്വേജസ്. മെനി ലാംഗ്വേജസ് എന്ന് പറഞ്ഞാല് ലൈക്ക് വി ഹാവ് മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ. കമ്പ്യൂട്ടറിന് പ്രോഗ്രാമിംഗ് ചെയ്യാൻ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഏതൊക്കെയാണത്? എക്സാമ്പിൾ ഫോർ പ്രോഗ്രാമിംഗ് languages. I'll tell you. Sorry, it's a spelling mistake I made. C, C++, Java, Python. ഇതൊക്കെ കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഇങ്ങനെ നമ്മൾ ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ എന്ന് പറയില്ലേ, ലൈക്ക് ദാറ്റ്. കമ്പ്യൂട്ടറിന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് C, C++, ജാവ, പൈത്തൺ ഇതുപോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലാണ്. അപ്പോ C, C++, ജാവ, പൈത്തൺ, ദീസ് ആർ ദ എക്സാമ്പിൾ ഫോർ സം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഓക്കെ, പിന്നെ ഇതിനൊരു കാര്യമുള്ളത് വെച്ചാല് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് ഡിഫറെന്റ് റൂൾസ് ആണുള്ളത്. ഇപ്പം ഇംഗ്ലീഷിൽ നിങ്ങൾ ഗ്രാമർ പഠിക്കുന്നുണ്ട് അല്ലേ? മലയാളത്തിൽ യൂസ് ചെയ്യുന്ന അതേ സെന്റൻസ് സ്ട്രക്ചറും കാര്യങ്ങളും എന്നെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ഹിന്ദിയിൽ ഇപ്പൊ എല്ലാ ലെറ്റേഴ്സും നിങ്ങൾക്ക് പഠിക്കാനില്ല, മലയാളത്തിലുള്ള എല്ലാ ലെറ്റേഴ്സും ഇല്ലല്ലോ ഹിന്ദിയില്, അല്ലേ? സെയിം വേ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് അതിൻ്റെതായ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് റൂൾസ്. ആ റൂൾസിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ ലാംഗ്വേജിൽ എഴുതാൻ പറ്റുള്ളൂ. യു നോ ദാറ്റ് ഇറ്റ്സ് എ കോമൺ തിങ്. വി ക്യാൻ റിലേറ്റ് ഇറ്റ് ടു ദ ലാംഗ്വേജസ് വി യൂസ്, റൈറ്റ്? Each programming language has its own set of rules എന്നാണ് പറയുന്നത്. So my first activity for you, I will share this slide in the class group. You should copy this in your notebook. Okay, ഞാൻ ഈ സ്ലൈഡ് നിങ്ങൾക്ക് ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. യു ഷുഡ് കോപ്പി ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേനും ഇത് നോട്ടിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, കുറച്ച് ഹയർ ക്ലാസ്സിൽ നിന്ന് ഉണ്ടായ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, എക്സാമിന്റെ തലേന്നും അതിന്റെയും തലേന്നും ഒക്കെ സം സ്റ്റുഡൻസ് ആസ്ക്ഡ് ഫോർ ദ നോട്ട്. Miss, please send the 10th chapters note. Please send the notes of chapters from 7 to 9. എക്സാമിന്റെ തലേന്ന്. Don't do that, okay? അതിനു മുമ്പ് കുറെ ടീച്ചേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ എഴുതാതെ എക്സാമിന്റെ തലേന്ന് നോട്ട് ചോദിച്ചാൽ I won't send it. ഞാൻ തരില്ല. I don't know what about other teachers. I won't keep a copy of this. ഞാൻ ഇതിന്റെ കോപ്പിയും ചെയ്യില്ല. I will send it today in the class group. You should copy it today itself. നാളെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ സാധനം തരില്ല. Okay? So you should copy it today itself. Okay. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാലും, ഇൻ കേസ് ഒരു ഫ്രണ്ട് ചോദിച്ചാലും പറയണം, മിസ് അന്നന്ന് കോപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സോ അന്നന്ന് തന്നെ കോപ്പി ചെയ്യണം. ഓക്കെ, ഇന്ന് നിങ്ങൾ കോപ്പി ചെയ്തില്ലേ എന്ന് വെച്ചാൽ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി കാര്യം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലേ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ആകുമ്പോഴത്തേന് യു ഷുഡ് കംപ്ലീറ്റ് ഇറ്റ്. ഓക്കെ, എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് ഏതെങ്കിലും ഒരു ഫ്രീ അവർ കിട്ടിയാൽ ഞാൻ വരും കേട്ടോ. ഓക്കെ, so first we have learned these what are programs, programming, and example for programming language.
പിന്നെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഓരോ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. There is a diagram in your textbook. Types of computer languages. So, how many types are available? Types of computer language. There are actually 5 types of computer language. Have you heard about first generation, second generation, third generation, fourth generation, 5 generation, 3G, 5G, 4G? You already heard about that. You know, first generation, first generation computer, second generation computer, third generation computer. അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ? And അതിന്റെ ഡിഫറൻസ് എന്താണെന്നൊക്കെ did you learn it in the last class last year? Last year പഠിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, സെയിം വേ കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ നമ്മൾ 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്, സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ്, തേർഡ് ജനറേഷൻ ലാംഗ്വേജ്, fourth generation language, and fifth generation language. It is very easy to remember, right? Types of computer languages nu choichal heading parayan ningal orikkalum maranu poyadu. It is very easy. First generation language, second generation language, third generation language, fourth generation language, and fifth generation language. There are 5 types of computer languages. How many? 5. Yes. What is the first one? First generation language. I am making a lot of mistakes when I type. Why? Second generation language. Next, third generation language. You should learn it today itself. Ini the text വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ബ്രെയിനിൽ കയറിയോ? മിസ് ഏത് എഴുതുന്നു? എന്ത്? മിസ് ഏത് എഴുതുന്നു? ഞാൻ എഴുതുന്നത്, can't you see the screen? Yes. Yeah, I am writing the types of computer languages. There are 5 types of computer languages. മിസ് ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോട്ട്ബുക്കിലേക്ക് എഴുതണോ? എഴുതണം. നിങ്ങൾക്ക് എന്താ പറയാ, ഇത് ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ തരുന്നത് കുറച്ചുകൂടെ ഹെവി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നിങ്ങൾക്ക് വേറെ ഏതാ ക്ലാസ് ഉള്ളത്? ജോഗ്രഫി ഉണ്ട്. ജോഗ്രഫി ഉണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാൻ തരുന്ന നോട്ട് ഒരു 1 hour പോരുടെ എഴുതാൻ. 1 hour വേണ്ട മിസ്സേ. വേണ്ട. No problem. Complete it today itself. Revise. These are the types of computer languages. Computer languages in a 5 types categorized ചെയ്തിട്ടുണ്ട്. First one, first generation language. ഇത്ര എഴുതിയാൽ മതി തൽക്കാലം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ നോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് ഫിൽട്ടർ ചെയ്ത് അത്യാവശ്യം വേണ്ട പോയിന്റ് മാത്രമേ തരുള്ളൂ നോട്ടില്. എന്ന് വെച്ചാല് എക്സാമിന് നിങ്ങൾ ടെക്സ്റ്റ് നോക്കുന്നതിനേക്കാളും നോട്ട് നോക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ നോട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്.
ടെക്സ്റ്റ് നോക്കണ്ട, നോട്ട് നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം നോട്ടിൽ തരാം. ആ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ചവറ് പോലെയുള്ള ഇതിനകത്ത് വേണ്ടത് മാത്രം പെറുക്കിയിട്ട് ഞാൻ തരാം. ഓക്കെ. സോ ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് ഐ ക്യാൻ ആസ്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വേണമെങ്കിൽ ചോദിക്കും എക്സാമിന്. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഇത് എഴുതി വെച്ചാൽ ആ മാർക്ക് കിട്ടിയില്ലേ. സോ പിന്നെ ഇതിന് നമ്മൾ ഈ ഓരോന്നിനെ കുറിച്ചും എടുത്ത് പഠിക്കും. ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് എന്താണ്, സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് എന്താണെന്ന് നമ്മൾ ഇന്നും നാളെയും അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിക്കും. ഓക്കെ. റുവൈസ് എന്നോട് ചോദിച്ചതിന് ക്വസ്റ്റ്യൻ, ഞാനിപ്പോ ഈ 5 എണ്ണം എഴുതുക. ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, ആക്ച്വലി 5 ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ 5 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ 5 ടൈപ്പാണ് ഇത്. ഓക്കെ. നിങ്ങൾ ഒരു കാര്യം അറിയുമ്പോൾ ആദ്യം ഒന്ന് ജനറലൈസ്ഡ് ആയിട്ട് പഠിക്കും, ദെൻ ഓരോന്നിനെ കുറിച്ചും ഡീപ്ലി പഠിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ. So, what was the first type of computer language? ഏതായിരുന്നു ഫസ്റ്റ് ടൈപ്പ്? ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്. Yes, the first type was first generation language. This was our first type, right? ഇതിനെ ഷോർട്ട് ആയിട്ട് 1GL എന്ന് പറയും. First generation language. Where did it go? 1L. മിസ് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അതില് ഈ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചിട്ട് എഴുതണം. മനസ്സിലായില്ല? മിസ് ഹോംവർക്ക് വന്നിട്ട് എന്നിട്ട് ആദ്യം പറഞ്ഞ ആ പ്രോഗ്രാം ഹോംവർക്ക് ഞാൻ ഉദ്ദേശിച്ചത് എത്രയേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഈ സ്ലൈഡ് ഷെയർ ചെയ്യും. അപ്പം in your notebook take the first page and in the center write the name of the chapter, computer languages. Then you start with the programs. ഈ സ്ലൈഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഗ്രാംസ് എന്താണ്, പ്രോഗ്രാംസ് എഴുതാ, അണ്ടർലൈൻ ചെയ്യാ, അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ഡെഫിനേഷൻ ഞാൻ തന്നിട്ടുണ്ട്. മിസ് ചെയ്ത് ഗ്രൂപ്പിൽ തരുമോ? ഗ്രൂപ്പിൽ തരും ഞാൻ. ആഫ്റ്റർ ദാറ്റ് പ്രോഗ്രാമിംഗ് എഴുതാ, അണ്ടർലൈൻ ചെയ്ത, then ഇതിവിടെ, then ഇത് കോപ്പി ചെയ്യാം. ഇനി നെക്സ്റ്റ് അതിനുശേഷം നെക്സ്റ്റ് പേജിലല്ല, അതിന് കണ്ടിന്യൂഡ് ആയിട്ട് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് മെയിൻ ഹെഡിങ് കൊടുക്കുക. അതിന്റെ താഴെ there are 5 types of computer language. അത് ഏതൊക്കെയാന്ന് എഴുതാം. If you want you can add this too. എന്ന് പറഞ്ഞിട്ട് ആ 5 ടൈപ്സ് ഏതാന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പം തലയിൽ കയറില്ലേ, മനസ്സിലായില്ലേ? യു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? യു വിൽ നോട്ട് ഫർഗെറ്റ് ദിസ്, റൈറ്റ്? വിൽ യു ഫർഗെറ്റ് ദിസ്? നോ. ഓക്കെ, ഗുഡ്. After that we are going to learn about each type deeply. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞു വെച്ചതേ ഉള്ളൂ അല്ലെ 5 ടൈപ്സിനെ കുറിച്ച്. ഇനി ഓരോ ടൈപ്പിനെ കുറിച്ച് നമുക്ക് ഡീപ്പ് ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് കേട്ടെന്നുള്ളത് എന്താന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ നിങ്ങൾക്ക്? You want to know what is first generation, second generation languages. You want to know, right? അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? Do you have that passion or desire? ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജസ് എന്താന്ന് നമ്മൾ കണ്ടു അല്ലെ? ഇത്രയും സാധനങ്ങളുണ്ട് അങ്ങനെ കണ്ടു. പക്ഷെ ഇത് എന്താന്ന് അറിയാനുള്ള ആഗ്രഹം ഇല്ലേ? ഉണ്ടല്ലേ? യെസ്. ആൻഡ് ദെൻ ലെറ്റ്സ് സീ ദാറ്റ് എന്താണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്, ഇറ്റ് ഓൾസോ നോൺ ആസ് മെഷീൻ ലാംഗ്വേജ്. ഇതിന് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്. ദിസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ കമ്പ്യൂട്ടർ. Like we understand Malayalam, like we speak Malayalam, like we know Malayalam, computer know machine languages.
ദിസ് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലോ ലെവൽ മെഷീൻ ലാംഗ്വേജ്. ഇതിനെ ലോ ലെവൽ മെഷീൻ ലാംഗ്വേജ് എന്നും കൂടെ അറിയപ്പെടാറുണ്ട്. ദ ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് ഓർ മെഷീൻ ലാംഗ്വേജ്. It is also called low level machine language. This is the language understood by computer. കമ്പ്യൂട്ടറിന് വേറൊരു കാര്യം വേണ്ട, ഈ ഒരു ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടറിൽ ഡയറക്ട്ലി അണ്ടർസ്റ്റാൻഡ് ആവും, ഡയറക്ട്ലി മനസ്സിലാക്കും, അതിനനുസരിച്ച് ടാസ്ക് പെർഫോം ചെയ്യും. It is the only language that a computer directly understands. Okay? First generation language, other ഏതാണ് machine language ആണ്. It is also known as low level machine language, and it is the only language that a computer directly understands. കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇല്ലേ, if it is in low level machine language or if it is in first generation language, the computer will perform the task within seconds. Allelum within second he does, but this language directly understand by computer അല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടർ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യും. അതാണ് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിന്റെ ഒരു ഗുണം. ഈ ലാംഗ്വേജിന്റെ പ്രത്യേകത അറിയാവോ? ആക്ച്വലി we are not using alphabets or something. Only zeros and ones. Instructions are written using 0 and 1. Binary number 0 അല്ലെങ്കിൽ 1 ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ഈ ലാംഗ്വേജ് എഴുതുക. എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, 0യും 1ഉം ഇങ്ങനെ എഴുതിയിട്ട് എന്തെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത്. മീൻസ് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കില്ലേ 0 and 1, മീൻസ് നമ്മുടെ ഇൻസ്ട്രക്ഷനെ നമ്മൾ അതിന് കുറെ തല പുകയ്ക്കണം. നമുക്ക് 0 and 1 ഇപ്പൊ കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? 0 0 1 0 എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ we don't understand anything, right? But this is the language understand by computer. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ഇതാണ്. അപ്പൊ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? നമ്മുടെ ഇൻസ്ട്രക്ഷനെ നമ്മൾ ഇതുപോലെ മാറ്റണം. നമുക്ക് ആഡ് 2+3 എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ? ആഡ് 2+3 എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ ആ സാധനത്തിനെ ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടിയിരിക്കും. എന്ന് കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഈ ഒരു ഫോമിലായിരിക്കും ഇൻസ്ട്രക്ഷൻ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുക, ആ പ്രോസസ് അല്ലെങ്കിൽ ആ ടാസ്ക് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, so the instruction in 1GL are made of binary numbers represented by ones or zeros. So the instruction given in first generation language എന്താണ് ആ മെഷീൻ ലാംഗ്വേജിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ ഡയറക്ട്ലി എടുത്ത് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ആ ടാസ്ക് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജിൽ തന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അപ്പൊ അറിയാവുന്നതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ടാസ്ക് പെർഫോം ചെയ്യും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പഠിച്ച ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്? കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജിന്റെ മെയിൻ പോയിന്റ് ഇതിന്റെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും, ലോ ലെവൽ മെഷീൻ ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഓൺലി ലാംഗ്വേജ് ദാറ്റ് കമ്പ്യൂട്ടർ ഡയറക്ട്ലി അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് മാത്രമാണ് കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത്. അതുപോലെ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയായിരിക്കും? ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെ ഉണ്ടാവാം? ഇൻസ്ട്രക്ഷനിൽ 0 1 ഇത് രണ്ടും അല്ലാതെ വേറൊന്നും കാണാൻ പറ്റില്ല അല്ലേ?
സീറോസും വൺസും ഉപയോഗിച്ചിട്ടാണ് ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതുക. ഇൻസ്ട്രക്ഷൻസ് in 1GL. 1GL means first generation language are made of binary numbers. Binary numbers നിങ്ങൾ കേട്ടിട്ടില്ലേ? Okay, you know about bit, byte, nibble, MB അങ്ങനെയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ, you know that. Okay, bit എന്ന് പറയുമ്പോൾ either 0 or 1. ഈ ബിറ്റ് എന്ന് പറയുന്ന ബൈനറി ഡിജിറ്റ് ആട്ടോ, അതിന്റെ ഷോർട്ട് ഫോം ആണ് ബിറ്റ്. ബിറ്റ് മീൻസ് ബൈനറി ഡിജിറ്റ്. ബൈനറി ഡിജിറ്റ് ആകെ 2 ഡിജിറ്റ്സ്, ഒന്ന് 0 ഒന്ന് 1. ഓക്കെ, ഞാൻ പഴയൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. ഇൻസ്ട്രക്ഷൻ ഇൻ 1GL മെയ്ഡ് ഓഫ് ബൈനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? ആ ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് വൺസും സീറോസും ആണ്. Okay, represented by ones and zeros only. ഇങ്ങനെ കമ്പ്യൂട്ടറിന് തന്നെ മനസ്സിലാവുന്ന ലാംഗ്വേജിലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാം? പ്രോഗ്രാം ക്യാൻ എക്സിക്യൂട്ടഡ് ഡയറക്ട്ലി ബൈ ദ മെഷീൻ ലാംഗ്വേജ് അല്ലെ? മെഷീൻ ലാംഗ്വേജിൽ കൊടുക്കുന്ന പ്രോഗ്രാംസ് ഡയറക്ട്ലി എക്സിക്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യും. കൺവേർഷന്റെയും വേറൊരു ഫോമിലേക്ക് മാറ്റേണ്ട ഒരു കാര്യമില്ല. ഇത് അറിയാവുന്ന കാര്യമാണ്, ഒരേ മീഡിയ ആണ്. അപ്പൊ നമുക്ക് വേറൊരു കച്ചറിയില്ല, വേറൊരു ട്രാൻസ്ലേഷന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോം ചേഞ്ചിന്റെ ആവശ്യമില്ല. These programs are directly executed by computer.